എല്ലാ മലയാളികളും ഹിമാലയത്തിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അയ്യോ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സെല്ലിനകത്തെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇലാസ്റ്റിസിറ്റി ഉണ്ട്. നമ്മൾ ഈ ഒരേ കാര്യം തന്നെ ചെയ്ത് അതിന് ഇലാസ്റ്റിസിറ്റി ഇല്ലാതാവുന്നതാണ് നമ്മൾ പ്രായമാവുന്നതും നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നതും നമ്മൾ പെട്ടെന്ന് മരിക്കുന്നു. ഇതിന് ഇലാസ്റ്റിസിറ്റി കൂടുതൽ താമസിക്കുന്ന രമേശിന് മൈറ്റോകോൺട്രിയ ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ആ തണുപ്പ് നമ്മൾ ശരീരത്തിൽ നല്ലതുപോലെ തണുപ്പടിക്കുമ്പോ ഇതിന്റെ ഇലാസ്റ്റിസിറ്റി വീണ്ടും അത് പഴയതുപോലെയാവും. നല്ലപോലെ ചൂടടിക്കുമ്പോ ആവും. എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയും നമ്മൾ അനുഭവിക്കണം. പ്രത്യേകിച്ച് കേരളത്തിലുള്ള അല്ലെ സൗത്ത് ഇന്ത്യയിലുള്ള തണുപ്പത്ത് പോകണം. തണുപ്പ് മീൻസ് ഊട്ടിയിലെയും കൊടൈക്കനാലിലെയും തണുപ്പല്ല, മഞ്ഞത്ത് പോയി അവിടെ ഒരാഴ്ച താമസിക്കണം. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഇത് ഡിഫറെന്റ് ടോക്കാണ് ഞാൻ പറഞ്ഞത്, അഡ്വഞ്ചർ അല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ആൾക്കാർ കൂടുതൽ ചെറുപ്പമാവും. ഇതൊരു റിസർച്ച് ആണ്. അതെ, ഞാനും ഇതുപോലെ ഹിമാലയം ഒരു 3 പ്രാവശ്യം പോയിട്ടുള്ള ആളാണ്. അഗസ്ത്യാർകൂടം ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളതാണ്. അത് തൊട്ടു മുമ്പ് അഗസ്ത്യാർകൂടം കയറുന്ന സമയത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ കയറുന്നതിന്റെ തലേന്നാണ് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കാട്ടുപോത്ത്, കാരണം അവിടെ ഇടുങ്ങിയ വഴിയാ ഈ അഗസ്ത്യാർകൂടം കയറുമ്പോ കാട്ടുപോത്ത് നമ്മളെ നേരെ വന്നാൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സ്ഥലമില്ല. അത്രയും ചെറിയ കാട്ടുപോത്ത് ഇടിച്ചു കൊന്ന ആളുടെ ബോഡി കൊണ്ട് പോന്നു. അതുപോലെ തന്നെ ഹിമാലയ യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഗോമുഖ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഗോമുഖിലേക്ക് ഇവിടെ എത്തുന്നത്, അതായത് ഭോജ്വാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ ഉള്ളൂ. അതിനും 24 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ ഈ ഭോജ്വാസയിൽ എത്തുന്നത്. അവിടെ രാവിലെ എഴുന്നേറ്റിട്ട് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ തണുപ്പിന്റെ സുഖം എന്താണെന്ന്, എന്നിട്ട് ഗംഗ ഉത്ഭവിക്കുന്ന ഒരു വലിയ മലയുടെ നടക്കും, ഐസ് മലയുടെ അകത്തോട് വരും. അപ്പൊ ഞാൻ അന്നേരം എനിക്ക് തോന്നിയ സാധനം, എന്തായാലും ഇവിടെ വന്നു ഈ ഗംഗയിലൊന്ന് മുങ്ങണം. നേരെ ഒറ്റ മുങ്ങാൻ വേണ്ടി കാലെടുത്ത് വെച്ചപ്പോ ഇവിടെ കറണ്ടടിക്കും. സാർ, ആ തണുത്ത ഗംഗയിൽ ചാടുന്നതും ഇദ്ദേഹം പറഞ്ഞതുപോലെ സൈബീരിയയിലും അന്റാർട്ടിക്കയിലുള്ള തണുത്ത വെള്ളത്തിൽ ചാടുന്നതും എല്ലാം ഞാൻ പറഞ്ഞതിന്റെ ബേസിക് കാര്യം ഇതാണ്. നമുക്ക് ചെറുപ്പം വേണം.